ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ മാത്രം 78,483 ഭക്തർ ദർശനം നടത്തി. വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ടായേക്കും. സന്നിധാനത്തും പരിസരത്തും നേരിയ മഴ അനുഭവപ്പെടുന്നുണ്ട്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, സ്വാമി ശരണം. സന്നിധാനത്തും മഴ തുടരുന്നു എന്നാണല്ലോ റിപ്പോർട്ട്. അതൊന്നും അയ്യപ്പന്മാർക്കൊരു തടസ്സമാവുന്നില്ല. അയ്യനെ കാണാൻ എല്ലാ കഷ്ടതകളും സഹിച്ച് അവർ സന്നിധാനത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ തന്നെ 78,000-ന് മുകളിലായിരുന്നു അയ്യപ്പ ഭക്തരുടെ എണ്ണം. ഇന്നും അങ്ങനെ തന്നെ തുടരും എന്നുള്ള റിപ്പോർട്ടല്ലേ പുറത്തു വരുന്നത്. മനോജ്, സ്വാമി ശരണം ഇന്നും അത് തന്നെയാണ്. അതായത് തിരക്ക് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിന്നിലൊക്കെ കാണാൻ സാധിക്കും. ആ ഫ്ലൈ ഓവർ നിറയെ തന്നെ ഇപ്പോൾ ഭക്തരുണ്ട്. സോപാനത്തിലേക്ക് ഇറങ്ങി വരുന്ന ഭക്തരെ കാണാം. എന്തായാലും നേരിയ തോതിലാണ് ഇപ്പോൾ രാവിലെ മഴ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തുടരെ മഴയുണ്ടായിരുന്നു. എന്തായാലും ഓരോരുത്തരും അങ്ങനെ അയ്യനെ കാണുവാൻ വേണ്ടി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൃക്കാർത്തിക നാളായിരുന്നു. അന്ന് തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടു. വൈകിട്ടൊക്കെ തന്നെ ഇവിടെ ഏറെ നേരം കാത്തു നിന്ന് തന്നെയാണ് ഭക്തർ അയ്യപ്പനെ കണ്ടത്. വൈകിട്ട് മഴയും മാറി നിന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും നിരവധി ഭക്തർ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മണ്ഡലകാലം മുഴുവനും ഇതുതന്നെയാണ്. ഇത്തരത്തിൽ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ശബരീശ സന്നിധിയിലേക്ക് ഭക്തജനങ്ങൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇരുമുടി കെട്ടുമേന്തി അവരൊക്കെ കാത്തു നിൽക്കുകയാണ് അയ്യപ്പനെ കാണുവാൻ വേണ്ടി. എവിടുന്നാ? പ്രത്യേകിച്ചൊന്നുമില്ല, സുഖം. എവിടുന്നാ വരുന്നേ? കുണ്ടോട്ടി. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അയ്യപ്പന്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അല്പദൂരം മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, ശരി. ഫസ്റ്റ് ടൈമാണ് അമ്മ വരുന്നത്. ആദ്യത്തെ തവണയാണ്. അതെ, ഇവിടെ ഉണ്ടായിട്ട് കുഴപ്പമില്ല, കയറി. തീർച്ചയായും അവരൊക്കെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഓരോ ദൃശ്യങ്ങളിലും നമുക്ക് ഇവിടുത്തെ തിരക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ സോപാനത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ഫ്ലൈ ഓവർ. അത് കഴിഞ്ഞ് പടിയിറങ്ങി നേരെ വന്ന് വേണം അയ്യപ്പനെ ദർശിക്കാൻ. ഓരോ കുഞ്ഞു അയ്യപ്പന്മാരൊക്കെ അങ്ങനെ തോളിലിരുന്ന് ഇങ്ങനെ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ മഴ അങ്ങനെ തുടർന്നു. ഇന്നും രാവിലെ ചെറിയ തോതിൽ മഴയുണ്ട്. എന്തായാലും എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അതായത് കാനനപാത വഴി എത്തുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ വരുന്ന വഴിയിൽ കുളിക്കാനൊക്കെ ഇറങ്ങുന്നവരുണ്ട്. അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകണമെന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ അധികൃതരൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ശ്രീകോവിലിന് മുന്നിലുള്ള തിരക്കാണ്. ഓരോരുത്തരും അങ്ങനെ പതിയെ അയ്യപ്പൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. ആ ദൃശ്യങ്ങൾ തന്നെയാണ്. വ്രതം നോറ്റ് അവർ ചരണം മന്ത്ര ധ്വനികളോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഓരോ മണ്ഡലകാലവും ഇത് തന്നെയാണ്. ഭക്തിസാന്ദ്രമായി അങ്ങനെ സന്നിധാനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോരുത്തരും അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ അവരുടെ മനസ്സിൽ ഒരൊറ്റ വികാരം മാത്രം, അയ്യപ്പൻ എന്നുള്ള ഒരൊറ്റ വികാരം. മനസ്സും ശരീരവും ഒക്കെ തന്നെ ആ ഒരു സന്നിധിയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു മഞ്ഞും മഴയും ആ ഒരു പ്രത്യേക കാലാവസ്ഥയിലേക്ക് ഇങ്ങോട്ട് എത്തുകയാണ് ഓരോരുത്തരും. എന്തായാലും മലയാളികളായിട്ടുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നുണ്ട്. ആദ്യ ദിനങ്ങളിൽ, അതായത് ഈ നട തുറന്ന ആദ്യ ദിനങ്ങളിൽ കൂടുതലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളായിരുന്നു. അതിന് പിന്നാലെ മലയാളികളായിട്ട് നിരവധി ഭക്തരും എത്തി. എന്തായാലും ഇന്ന് ഈ ഒരു ശബരിമലയുടെ പ്രാധാന്യം, ശബരിമലയുടെ ആ ഒരു പവിത്രമായിട്ടുള്ള മലയിലേക്ക് വരണമെന്ന് എല്ലാ അയ്യപ്പ വിശ്വാസികളും ആഗ്രഹിക്കുന്ന, അയ്യപ്പ ഭക്തരും അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മണ്ഡലകാലം അത് തന്നെയാണ്. ഓരോ തവണയും നമുക്ക് അനുഭവപ്പെടുന്ന തിരക്ക് അത് കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ തിരക്ക് കൂടി എന്നുള്ളതാണ്. എന്തായാലും ഇനിയും അത് തന്നെയാണ്. ഓരോ ദിനം കഴിയും തോറും തിരക്ക് അങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അയ്യപ്പ വിശ്വാസികൾ, അയ്യപ്പ ഭക്തർ എല്ലാവരും ഇങ്ങോട്ട് എത്തുവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഇനിയും. കാരണം ഓൺലൈൻ ബുക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഭക്തജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ പലരും വിളിക്കുന്നുണ്ട്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വരാൻ സാധിക്കുമോ എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ പമ്പയിൽ വന്ന് കൗണ്ടറിലൂടെ സ്പോട്ട് ബുക്കിംഗ് നടത്തി ഇങ്ങോട്ടേക്ക് കയറാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഓൺലൈൻ വഴി സ്ലോട്ടുകൾ കിട്ടാത്ത ഭക്തജനങ്ങൾ അങ്ങനെ കാത്തിരിക്കുകയാണ് ഇനി സ്ലോട്ട് കിട്ടുന്നതിനനുസരിച്ച് മല കയറാൻ വേണ്ടി. എന്തായാലും ഭക്തരൊക്കെ തന്നെ അങ്ങനെ എത്തുകയാണ്. സ്വാമി ശരണം. കർണാടക.
വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളൊക്കെ ഇങ്ങനെ എത്തുന്നുണ്ട്. ഓരോ ദൃശ്യങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ വളരെയധികം സന്തോഷത്തോടെ, അതായത് മഴയാണ് എന്നിട്ടും മല കയറി അങ്ങനെ എത്തുകയാണ് അയ്യൻ്റെ സന്നിധിയിലേക്ക്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ റെയിൻകോട്ടുകൾ, പ്ലാസ്റ്റിക് റെയിൻകോട്ടുകളായിരുന്നു ഇവരൊക്കെ കൂടുതലും ഉപയോഗിച്ച് വന്നത്. എന്നാൽ പ്ലാസ്റ്റിക് നിരോധിത മേഖലയായതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ വിൽപ്പന അത് തടഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് റെയിൻകോട്ടുകൾ ഇവിടെ ശബരിമലയിൽ വിൽക്കണ്ട എന്നുള്ള തീരുമാനമായിരുന്നു പോലീസിൻ്റേത്. എന്തായാലും കുഞ്ഞു മാളികപ്പുറങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ തന്നെ അങ്ങനെ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. ആ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളെല്ലാവരും വരി വരിയായി ആ സോപാനത്തിനരികേക്ക് പോകുകയാണ്. അതോടൊപ്പം തന്നെ ഈ മാളികപ്പുറങ്ങളായിട്ടുള്ള ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആൾ തന്നെ അവർക്കൊക്കെ തന്നെ വലിയ സന്തോഷം തന്നെയാണ് ഇവിടേക്ക്, അതായത് ഈ സന്നിധിയിലേക്ക് എത്തുന്ന ആ ഒരു നിമിഷം അത് തന്നെയാണ് ഏവർക്കും മനസ്സിന് കുളിർമയേകുന്ന ഒരു കാര്യം. അതായത് ഈ ഒരു സന്നിധാനത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. എങ്ങും ശരണമന്ത്ര ധ്വനികൾ ഉയരുന്നു. ആ ഒരു കർപ്പൂരത്തിൻ്റെ മണം, ആ ഒരു ചൈതന്യം അത് ഈ ഒരു സന്നിധാനത്ത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇവിടേക്ക് എത്തുന്ന ഓരോ ഭക്തരുടെയും മനസ്സും അതുപോലെ തന്നെയാണ്. ആ ഒരു ചൈതന്യം അവർക്കും ലഭിക്കുകയാണ്. ആ ഒരു ദർശനത്തിലേക്ക് അവർ കടക്കുകയാണ്. ആ ഒരു മനസ്സോടെയാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും കുഞ്ഞ് മാളികപ്പുറങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവരികയാണ്. അവരൊക്കെ ഇങ്ങനെ അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തുന്ന ആ ഒരു നിമിഷമാണ്. ದಾವಣಗೆರೆ ಸ್ವಾಮಿ, ಕರ್ನಾಟಕ. ದಾವಣಗೆರೆ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഓരോരുത്തരായി ആ പടിയിറങ്ങി വരികയാണ്. ഇനിയും ഒട്ടനവധി ഭക്തർ അങ്ങനെ കാത്തു നിൽക്കുന്നു ആ പടിയിറങ്ങി അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്താൻ വേണ്ടി. ഇനി ഓരോ ദിവസങ്ങളിലും ഇത് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അതായത് ഈ രാവിലെയുള്ള ദർശന സമയം, അത് രാവിലെ പുലർച്ചെ 3 മണിയോടുകൂടി നട തുറക്കും. പിന്നീട് ഇങ്ങോട്ടേക്ക് ഭക്തജനങ്ങൾ അവരെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടുമ്പോൾ വലിയൊരു തിരക്ക് നമുക്ക് രാവിലെ അനുഭവപ്പെടുന്നു. പിന്നീട് വീണ്ടും വൈകിട്ട് ദീപാരാധന സമയത്ത് വലിയ തിരക്ക് വീണ്ടും അനുഭവപ്പെടുന്നു. ഇതിൽ ഇവിടെ എത്തി നിൽക്കുന്ന, അതായത് കഴിഞ്ഞ ദിവസം ഹരിവരാസനം കഴിഞ്ഞ ശേഷം ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളുണ്ട്. അവർ അങ്ങനെ രാവിലെ വരെ കാത്തു നിൽക്കും അയ്യപ്പനെ കാണുവാൻ വേണ്ടി. അതിനുശേഷം വീണ്ടും രാവിലെയോടുകൂടി ഈ ഒരു സന്നിധാനത്തേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അതിൽ ഓരോരുത്തരും, അതായത് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും അയ്യനെ ദർശിക്കാൻ വേണ്ടി കാത്തു നിൽക്കാമെന്നുള്ള മനസ്സോടുകൂടി തന്നെയാണ് ഓരോരുത്തരും ഇങ്ങോട്ട് വരുന്നത്. എന്തായാലും തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ അതോടൊപ്പം തന്നെ മറ്റ് ദ്രുതകർമ്മ സേനാംഗങ്ങളുടെയൊക്കെ ഇടപെടൽ ആവശ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ കാർത്തിക നാളായിരുന്നു. അതുകൊണ്ട് ആ ഒരു തൃക്കാർത്തിക നാളിലെ ദർശനം കിട്ടുവാൻ വേണ്ടി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് നിരവധിയായി എത്തിയപ്പോൾ വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടു. അപ്പോൾ വേഗത്തിലുള്ള പോലീസിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് സേനാംഗങ്ങളുടെയൊക്കെ ഇടപെടൽ ആവശ്യമായിരുന്നു. എന്തായാലും ഇപ്പോഴും അങ്ങനെ ഭക്തജന തിരക്ക് തുടരുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഓരോരുത്തരും ഇനി നമുക്ക് ആ ഒരു 18ാം പടിയുടെ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഭക്തരായി ഇരുമുടിക്കെട്ടുമേന്തി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ തന്നെ ഇനി ഈ ഫ്ലൈ ഓവർ കറങ്ങി വേണം സോപാനത്തിന് മുന്നിലേക്ക് എത്താൻ. അപ്പോൾ ആ തിരക്കിന് പിന്നിൽ തന്നെയാണ് ഇവർ ഓരോരുത്തരും അങ്ങനെ വരിയായി നിൽക്കുക. എന്തായാലും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒഴുകിയെത്തുകയാണ് അയ്യൻ്റെ സന്നിധിയിലേക്ക്, ഈ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ്. അവരുടെയൊക്കെ തന്നെ പ്രായഭേദമന്യേ അവരൊക്കെ ആ 18ാം പടി ചവിട്ടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരുടെ മനസ്സ് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ആ ഒരു പടി തൊഴുത് അയ്യൻ്റെ സന്നിധിയിലേക്ക് അവരാ മോക്ഷയാത്രയിലേക്ക് എത്തുകയാണ്. അതായത് വീടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ കെട്ടുകെട്ടി ഇറങ്ങുമ്പോൾ തന്നെ സ്വാമി ശരണം എന്നുള്ള ആ ഒരു വിളി അതിവിടെ എത്തുമ്പോഴാണ്, അതായത് ഈ 18ാം പടി ചവിട്ടി മുകളിലേക്ക് എത്തുമ്പോഴാണ് വീണ്ടും ആ ഒരു സ്വാമി ശരണം മുഴക്കി അയ്യൻ്റെ ആ ഒരു കൊടിമര ചുവട്ടിൽ നിന്ന് അവർ അങ്ങനെ ആ സോപാനത്തിന് അരികേക്ക് പോകുകയാണ്. എന്തായാലും ആ പോലീസുകാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും അങ്ങനെ എത്തുന്ന ഭക്തജനങ്ങൾ, അതായത് എത്രയും വേഗം തന്നെ 18ാം പടിയിലൂടെ മുകളിലേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ്. കാരണം 18ാം പടിയിലാണ് എപ്പോഴും ഭക്തജനങ്ങൾ കൂടുതലായി സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ, അത് കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ താഴേക്കുള്ള തിരക്ക് വർദ്ധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 18ാം പടിയിൽ പരിചയസമ്പന്നരായി നിരവധി കുട്ടികൾ, കുഞ്ഞു മാളികപ്പുറങ്ങൾ, കുഞ്ഞു മണികണ്ഠന്മാർ, നിരവധി പേർ അങ്ങോട്ടേക്ക് എത്തുന്നു. ഇനിയിപ്പം ഇവരുടെ എണ്ണം കൂടി വരും. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളുകളിലൊക്കെ ക്രിസ്മസ് പരീക്ഷാ കാലമാണ്.
ഈ പരീക്ഷാകാലം കഴിഞ്ഞാൽ വീണ കൂടുതൽ കുട്ടികൾ, കൂടുതൽ മണികണ്ഠന്മാരും കൂടുതൽ മാളികപ്പുറങ്ങളും ഒക്കെ സന്നിധാനത്തേക്ക് എത്തും.